ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ലിവർ റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ആദ്യമായിട്ട് ഒരു 1/2 കിലോ ചിക്കൻ ലിവർ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ചത് 1 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇടുന്നത്. ഇട്ടിട്ട് ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത ചിക്കൻ ലിവറിനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കുഞ്ഞുള്ളി കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് എന്നിവ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ നമ്മൾ മീറ്റിൻ്റെ എന്ത് സാധനം ഉണ്ടാക്കിയാലും നന്നായി ടൈം കൺസ്യൂം ചെയ്യും. ലിവറിനാണെങ്കിൽ വളരെ ചെറിയ വേവേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇതിനകത്ത് ഫാറ്റൊന്നും ഇല്ലാത്തതായതുകൊണ്ട്. അതുമാത്രമല്ല വളരെ ചീപ്പായൊരു ഓപ്ഷനുമാണ്. ചിക്കൻ ലിവറിന് തീരെ വില കുറവാണ്. ഇതിപ്പോൾ ചിക്കൻ്റെ മാത്രമല്ല, ബീഫിൻ്റെയോ മട്ടൻ്റെയോ എന്തിൻ്റെ വേണമെങ്കിലും ലിവർ ഇങ്ങനെ എടുക്കാം. അതിനുശേഷം ഞാനൊരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിക്കുകയാണ്. അത് ഞാൻ പിന്നീട് കടുക് പൊട്ടിക്കുന്നില്ല, അതേ കടുക് പൊട്ടിച്ച് അതിനകത്തങ്ങ് ചെയ്യുക. അത്രയ്ക്കുള്ള വേവ് മാത്രമേ ഇതിനുള്ളൂ. എന്നിട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴലുന്ന വരെ വഴറ്റിയെടുക്കുക. ഞാൻ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും ഇടുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം, വേണമെങ്കിൽ ചേർത്താൽ മതി. കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റോസ്റ്റായി കിട്ടുന്ന ലിവറിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതും വേറെ എണ്ണ ഉപയോഗിച്ചാൽ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വേറെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ഗരം മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഗരം മസാല അല്ല ഉപയോഗിക്കുന്നത്. കുറച്ച് കാർഡമനും പെപ്പറും സിനമണും വലിയ ജീരകവും കുരുമുളകും എല്ലാം കൂടെ ഞാൻ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുരുമുളക് നന്നായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. കുരുമുളക് നന്നായിട്ട് ചേർക്കുക വെച്ചാൽ അതിൻ്റെ കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ല ഒരു ഫ്ലേവർ തരും. നമ്മൾ ലിവർ റോസ്റ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അതെല്ലാം കൂടെ നമ്മൾ വഴറ്റി സവാളയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ചൂടാവാൻ അനുവദിക്കുക. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയുടെ ഇതിനകത്ത് ഇനി ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ മുളക് പൊടി ചേർത്തായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി നന്നായിട്ട് എരിവ് വേണമെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഇതിനകത്തേക്ക് ഉപയോഗിക്കുക. മുളക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളകും സാധനങ്ങളൊക്കെ ഇതിനകത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഇപ്പോൾ കാണാം നമ്മുടെ സവാളയും കുഞ്ഞുള്ളിയും സ്പൈസസും എല്ലാം കൂടെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവർ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. ലിവറിന് അധികം വേവില്ല. എസ്പെഷ്യലി നമ്മൾ ചിക്കൻ്റെ ലിവർ ഉപയോഗിക്കുമ്പം അതിന് വലിയ വേവില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഇളക്കി തോത്തിയെടുക്കുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളകിയാൽ മതി. എണ്ണ തെളിയുന്ന സമയമാകുമ്പോഴത്തേന് നമുക്ക് വാങ്ങാം. പിന്നെ ഒരുപാട് എരിവ് വേണം എന്നുള്ള ടച്ചിങ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ ശകലം കുരുമുളകിൻ്റെ പൊടിയുടെ അവസാനം ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. എസ്പെഷ്യലി ചിക്കൻ്റെ ലിവർ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ബീഫാണെങ്കിൽ ശകലം നേരം കൂടെ വേവിക്കേണ്ടി വരും. എന്നിട്ട് അവസാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്ത് ചൂടോടെ ഉപയോഗിക്കാം.
അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.